2018 2018 റൈറ്റ്. ഞാനൊക്കെ ആ സമയത്ത് കൊച്ചുകുട്ടിയാ, 10th പഠിക്കുന്ന സമയത്താണ്. ഗൗതം ഇവിടെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പം വൈറ്റ് സ്ക്രീൻ. സോ നമ്മൾ ഇന്ന് ആൻസർ റൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ബിക്കോസ് ലാസ്റ്റ് ഫ്യൂ എക്സാംസ് ഗൗതം അറ്റൻഡ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു ആൻസർ റൈറ്റിങ്ങിന്റെ. മീൻസ് മെയിൻസിന്റെ എക്സാം. മെയിൻസിന്റെ എക്സാം അയച്ചു തന്നിട്ടില്ലല്ലോ വാട്സാപ്പില്. ക്വസ്റ്റ്യൻസിന്റെ അല്ലേ? മറ്റേ റിട്ടേൺ ഇല്ല, അത് ചെയ്തില്ല. മറ്റേ MCQ എല്ലാം ചെയ്തായിരുന്നു. സോ റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ഒരു ടോപ്പിക് എടുക്കുന്നതിന് പകരം റിട്ടേൺ എക്സാമിന്റെ എങ്ങനെ എഴുതണം, എന്ത് എഴുതണം തുടങ്ങിയിട്ടുള്ളതിനെ കുറിച്ചൊരു സെഷൻ എടുക്കാം. എന്നിട്ട് ഗൗതമ അത് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്സ് എടുക്കാം എന്നുള്ളത് വിചാരിച്ചു. കാരണം ആൻസർ റൈറ്റിംഗ് അത്രയും ക്രൂഷ്യൽ ആണ്. ആൻഡ് ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ അത് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. വർക്ക് ഒക്കെ എങ്ങനെ പോകുന്നു? വർക്കൗട്ട് ഷിഫ്റ്റിങ്ങിന്റെ എതിരായിട്ട് ശരിയായിട്ടില്ല. ഞാൻ മടി പിടിച്ചിരിക്കുക. മടിയെന്നല്ല, ആക്ച്വലി വർക്ക് കഴിയുമ്പോഴത്തേന് 6 മണി 5 മണിയാവും. അപ്പോഴത്തേക്കും ലേറ്റ് ആവും. പിന്നെ ഉറങ്ങി എണ്ണിക്കുമ്പോഴത്തേക്ക് ഞാൻ സമയമാവും. ഈ അന്നേരം തുണികളൊന്നും എടുത്തു വെക്കാൻ കുറെ തുണികളുണ്ട്. ഈ എന്തിനാ പറയുന്നത്, നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടി, ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും H&M അറിയോ? H&M എന്ന് പറയുന്ന ബ്രാൻഡ് അറിയോ? ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പഴയ തുണികളൊക്കെ കൊണ്ട് കൊടുത്താൽ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും, നമ്മൾ പുതിയ തുണികൾ വാങ്ങിക്കുവാണെങ്കിൽ. അങ്ങനെ കൊടുക്കാന്ന് ഇങ്ങനെ വിചാരിച്ചോണ്ടിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഓരോ ഇതിലിരിക്കുക. എല്ലാ കാര്യവും ഒറ്റയ്ക്കാണല്ലോ, അന്നേരം എല്ലാ കാര്യം നമുക്ക് ഉണ്ടാക്കുകയും തുണി വൃത്തിയാക്കുകയും എല്ലാം സ്വന്തമായിട്ട് ചെയ്യണമല്ലോ. അത് കുഴപ്പമില്ല. ഞാൻ മറ്റേ MCQയുടെ ക്വസ്റ്റ്യൻസ് ഐ ഗെസ് ഐ ലോസ്റ്റ് ഇറ്റ് സംവെയർ. ആ ക്വസ്റ്റ്യനെയർ ഞാൻ ഫോർവേഡ് ചെയ്തു, കുഴപ്പമില്ല. നോ ഇഷ്യൂസ് അറ്റ് ഓൾ. എവിടെയോ ഓക്കെ, ശരി. ആൻസർ റൈറ്റ്. So Gautam, the first thing that you need to do is understand the question properly. Question ആദ്യം properly മനസ്സിലാക്കണം. Number 1, understand the question. ബോർഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? റൈറ്റ്. അണ്ടർസ്റ്റാൻഡ് ദി ക്വസ്റ്റ്യൻ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അനലൈസ്, എക്സ്പ്ലെയിൻ, ക്രിട്ടിക്കലി എക്സാമിൻ, ഡിസ്കസ്, ഇവാലുവേറ്റ്, സജസ്റ്റ്, കമന്റ്. അങ്ങനെ ഓരോ വേർഡ്സ് ഉണ്ട്. അതിപ്പോ തൽക്കാലം നോക്കണ്ട, അത് നമുക്ക് നെക്സ്റ്റ് ഫേസിൽ നോക്കാം. അങ്ങനെ ഓരോ വേർഡ്സ് ഉണ്ടാവും. പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് കീവേഡ് ഫോക്കസ് ചെയ്യുക. ഡോണ്ട് ജസ്റ്റ് റൈറ്റ് എനിത്തിങ്, സ്റ്റിക്ക് ടു വാട്ട്സ് ആസ്ക്ഡ്. എന്താണ് ചോദിച്ചെന്ന് നോക്കുക. മീൻസ് നമുക്ക് കോളേജിലൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്, ചോദിച്ച അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. പക്ഷെ അങ്ങനെയല്ല. Don't just write anything, stick to what's asked. Because ഇവിടെ നല്ലോണം മാർക്ക് കുറയും ഇങ്ങനെ ജസ്റ്റ് എന്തിനു എഴുതി വെച്ചാൽ. So number 1 is understand the question properly. Number 2, ideal structure of an answer. ഒരു ആൻസർ എഴുതുന്നതിന് ഒരു കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് ഇൻ ദ സെൻസ് എ പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. It's all start with an introduction. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വിചാരിച്ചോ, ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം ഉണ്ടായിരിക്കണം. ഒരു 2 to 3 ലൈൻസ് നീണ്ടു നിൽക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ച് 2 pages ആണ് എഴുതേണ്ടി വരിക. ക്ലിയർ? 15 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ 3 pages. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആദ്യം ഒരു 1, 2 and 3 ഒരു 3 ലൈൻസിലായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വേണം. Start with context or definition. Can include a fact, quote or historical reference. Avoid beating around the bush. Straight to the point. എന്താണെന്നുള്ളത് പറയാം. For example, examples of, ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട്. Climate change refers to long-term alteration in temperature and weather patterns caused by human and natural factors. It poses a serious threat to sustainable development globally. Clear? ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട്? എക്സാമ്പിൾ, പ്ലീസ്റ്റോസിൻ. നമ്മൾ ആൻഷ്യൻ ഹിസ്റ്ററിയിൽ പ്ലീസ്റ്റോസിൻ പഠിക്കുന്നുണ്ട്. പാലിയോലിത്തിക് ഏജ് ആണ് പ്ലീസ്റ്റോസിൻ. ഗൗതമിന് ഓർമ്മയുണ്ട്, ഞാൻ ഇരുന്ന് പഠിപ്പിച്ചതാ. 24 ക്ലാസ് ഇരുന്ന് പഠിപ്പിച്ച ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വടിയെടുക്കും. പാലിയോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ പ്ലീസ്റ്റോസിൻ ആണ്. അതായത് പ്ലീസ്റ്റോസിൻ എന്ന് വെച്ചാൽ എന്താ? ഐസ് ഏജ്. അതിൽ നിന്ന് ഹോളോസീനിലേക്ക്, മീൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലിയോലിത്തിക് ഏജിൽ നിന്ന് മീസോലിത്തിക് ഏജിലെ കൺവേർഷൻ. അതേപോലെ പ്ലീസ്റ്റോസിൻ ഐസ് ഏജ് ആയിരുന്നു പാലിയോലിത്തിക് ഏജ്. അതിൽ നിന്നാണ് നമ്മുടെ മീസോലിത്തിക് ഏജ്, അതായത്
ഐസേജ് നിന്നാണ് ഹോളോസിനിലേക്ക് കൺവേർട്ട് ആവുന്നത്. വെച്ചാൽ ടെമ്പറേച്ചർ കുറച്ചും കൂടെ വാം ആവുന്നുണ്ട്. പാലിയോലിത്തിക് ഏജ് ഭയങ്കര ഐസേജാ, എന്നുവെച്ചാൽ പുറത്ത് ഇറങ്ങാൻ പോലും പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടായിരുന്നു. മീസോലിത്തിക് ഏജിലേക്ക് എത്തുമ്പോൾ ടെമ്പറേച്ചർ കുറച്ചും കൂടെ വാം ആയി, അതിന് ഹോളോജിൻ എന്നാ പറയാം. സോ അതൊരു ക്ലൈമറ്റ് ചേഞ്ച് ആണ് ആക്ച്വലി, അത് ലോങ് ടേം ഓൾട്രേഷൻ സംഭവിച്ചത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്, അന്ന് സംഭവിച്ച ഓൾട്രേഷൻ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം പാലിയോലിത്തിക് ഏജ് ഐസേജ് ആയിരുന്നു, ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. മീസോലിത്തിക് ഏജിലേക്ക് എത്തുമ്പോൾ ഹോളോസിൻ വന്ന് കുറച്ചും കൂടെ ടെമ്പറേച്ചർ വാം ആയി, കുറച്ചും കൂടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. അത് ലോങ് ടേം ഓൾട്രേഷൻ പോസിറ്റീവ് രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ നെഗറ്റീവ് ആയിട്ടാണ് പലതും അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് പോസസ് എ സീരിയസ് ത്രെറ്റ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്ലോബലി. അല്ലെങ്കിൽ ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 aims to revamp India's education system to make it more holistic, flexible and aligned with the 21st century skill എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അത് കുഴപ്പമില്ല. ആദ്യം ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഒരു സാധനം for the first 2-3 months എഴുതാനേ പറ്റില്ല. ഒരു പതുക്കെ പതുക്കെ മാക്സിമം എക്സാം ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് പതുക്കെ പതുക്കെ എന്ത് ചെയ്യാം, നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഒന്നിച്ചുണ്ട്, പേടിക്കണ്ട. ഓക്കെ, നമ്മുടെ ഈ മെയിൻസ് എക്സാം ഇപ്പൊ പ്രിലിംസ് മെയിലാണെങ്കിൽ മെയിൻസ് ഓഗസ്റ്റിലായിരിക്കും അല്ലേ? ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക്. ഓക്കെ ഓക്കെ. ബി എന്ന് പറയുന്നത് ബോഡിയാണ്, അതായത് ബൾക്ക് ഓഫ് ദി ആൻസർ. ബോഡി എന്ന് വെച്ചാൽ ബ്രേക്ക് ഇൻ ടു ഹെഡിങ്സ് ഓഫ് പോയിന്റ്സ്. ബ്രേക്ക് ഇൻ ടു ഹെഡിങ്സ് ഓർ പോയിന്റ്സ് എന്ന് വെച്ചാൽ ഇരുത്തി ഇങ്ങനെ ചവറ് പോലെ എഴുതുന്നത് UPSCക്ക് ഇഷ്ടമല്ല. സോ കൃത്യമായിട്ടൊരു സബ്ജക്ട് ഉണ്ടായിരിക്കണം. പറ്റുമെങ്കിൽ ഒരു ഹെഡിങ്, ഒരു സബ് ഹെഡിങ് കൊടുത്തു. അതായത് ഇൻട്രൊഡക്ഷന്റെ മുകളിൽ ഒരു ഹെഡിങ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം. ഇൻട്രൊഡക്ഷന്റെ മുകളിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് ക്ലൈമറ്റ് ചേഞ്ച്. ബോഡിയിൽ ഒരു സബ് ഹെഡിങ് കൂടെ എന്തായാലും ഉണ്ടായിരിക്കണം. ആ സബ് ഹെഡിങ് ഒരു കുഞ്ഞൊരു ബോക്സ് ഇങ്ങനെ വരച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യും. ഹെഡിങ് ഉണ്ടായിരിക്കണം. ഒരു ഡിപ്പെൻഡിങ് അപ്പോൺ ദി കോണ്ടെക്സ്റ്റ് 2-3 ലൈനിൽ ഒതുക്കിയതിന് ശേഷം ഫേസ്റ്റ് പോയിന്റ് ഓക്കെ, ഫേസ്റ്റ് പോയിന്റിൽ തന്നെ സബ് പോയിന്റിങ് ഉണ്ട് എന്നാണെങ്കിൽ ചില ആൾക്കാർ ഇത് ഇങ്ങനെ കുറെ ആറോ മാർക്കൊക്കെ വരച്ചു വെക്കും, അല്ലെങ്കിൽ കുറെ നക്ഷത്രമൊക്കെ വരച്ചു വെക്കും. എനിക്ക് ഇതൊന്നും സത്യം പറഞ്ഞ ഈ നക്ഷത്രം ആറോ മാർക്കിനോടൊന്നും അത്ര വലിയ താല്പര്യം എനിക്കില്ല. എനിക്ക് സീരിയസ്ലി അത് ഇഷ്ടമല്ല. ഇൻസ്റ്റെഡ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക 1.1, 1.2, 1.3. 1 എന്ന് വെച്ചാൽ ഒരു പോയിന്റ് ആണ്, അതിന്റെ സബ് പോയിന്റ്സ് ആണ് 1.1, 1.2, 1.3. അടുത്തത് 2, 2.1, അതേപോലെ 2.2. അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പോയിന്റ്സിന്റെ സബ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് അവിടെ എഴുതാം. ഇതില് ഡയഗ്രാം ഉണ്ട് എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, സൈഡിലൊരു കുഞ്ഞ് സ്പേസ് ഡയഗ്രത്തിനായിട്ട് മാറ്റി വെക്കുക. സൈഡിലൊരു കുഞ്ഞ് സ്പേസ് ഡയഗ്രത്തിനായിട്ട് മാറ്റി വെക്കുക. ചില ആൾക്കാർ ഡയഗ്രത്തിന് എൻറ്റയർ ഒരു പകുതി ഇങ്ങനെ മാറ്റി വെക്കും ഡയഗ്രത്തിന്, ഇവിടം വരെ എഴുതും, എന്നിട്ട് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യും. ഇത്രയും വലിയൊരു സ്പേസ് ഡയഗ്രത്തിലൂടെ ഇവിടെയും സ്പേസ് കുറെ പോയി, ഇവിടെയും സ്പേസ് കുറെ പോയി. ഞാൻ ഇങ്ങനെയുള്ള ഡയഗ്രാം ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല. ഇൻസ്റ്റെഡ് സൈഡിൽ ഒരു കുഞ്ഞു ഡയഗ്രാം വരക്കുക, കാണുമ്പോൾ കുറച്ചും കൂടെ അത് ഇൻട്രസ്റ്റിംഗ് അല്ലേ? സോ ഇതാണ് നെക്സ്റ്റ് പറയേണ്ടത്. And use subheadings and bulleting, like ഞാൻ പറഞ്ഞല്ലോ points, sub points ഇടാ. Include facts, data, examples, case studies, schemes, reports ഒക്കെ ഇടാ. For example, if asked like examine the challenges of urbanization in India. Context മനസ്സിലായി ഗൗതമിന്? Examples of challenges of urbanization in India. Examine the challenges of urbanization in India എന്ന് വെച്ചാൽ അർബനൈസ് ചെയ്യുന്നതിൽ നിന്ന്, ഒരു റൂറൽ ഏരിയ അർബൻ ഏരിയക്ക് കൺവേർട്ട് ചെയ്യുന്നതിൽ നിന്ന്, എന്ന് വെച്ചാൽ ഒരു സിറ്റി ഇങ്ങനെ ഡെവലപ്മെന്റ് അവിടെ കൊണ്ടുവരുന്നത്, അർബനൈസ് ചെയ്യുന്നതിലുള്ള ചാലഞ്ചസ് എന്തൊക്കെയാ? ഫോർ എക്സാമ്പിൾ കാസർഗോഡ് ജില്ല, ഇവിടെ ഒരുപാട് സ്ഥലത്തുള്ള റൂറൽ അല്ലെങ്കിൽ സെമി റൂറൽ ഏരിയാസ് ആണ് ആക്ച്വലി. ഇതിനെ അർബനൈസ് ചെയ്യുക, സിറ്റി ആക്കി മാറ്റാന്ന് വെച്ചാൽ ഒരുപാട് ചാലഞ്ചസ് അവിടെ ഉണ്ട്. എക്സാമ്പിൾ ചാലഞ്ചസ് ഓഫ് അർബനൈസേഷൻ ഇൻ കാസർഗോഡ്, സ്പെസിഫിക്കലി ഒരു ഡിസ്ട്രിക്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞതാ. ഇത് ഇന്ത്യ എന്നായിരിക്കും ചോദിക്കാം. ഇൻഫ്രാസ്ട്രക്ചർ പ്രഷർ, നമ്പർ 1 ഇൻഫ്രാസ്ട്രക്ചർ പ്രഷർ. ഞാനിപ്പോ പറഞ്ഞല്ലോ, നമ്പർ 1 ഇൻഫ്രാസ്ട്രക്ചർ പ്രഷർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് പോയിന്റ് ആയിരിക്കണം. ആ ഇൻഫ്രാസ്ട്രക്ചർ പ്രഷറിന്റെ സബ് പോയിന്റ്സ് ഉണ്ട്. നമ്പർ 1ന്റെ സബ് പോയിന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്, സ്ട്രെയിൻസ് ഓൺ റോഡ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, എക്സാമ്പിൾസ് കൊടുക്കാം. മുംബൈ, ബാംഗ്ലൂരു, ട്രാഫിക്, സ്ലംസ്, ഇതൊക്കെയാണ് ഈ സബ് പോയിന്റ്സ് ആയിട്ട് കൊടുക്കേണ്ടത്. അഗെയിൻ നമ്പർ 2 എന്ന് പറയുന്നത് ഹൗസിംഗ് ഷോർട്ടേജ്, അതിന്റെ തന്നെ സബ് പോയിന്റ്സ് ആണ്. ഇൻക്രീസിംഗ് ഡിമാൻഡ്, പ്രധാനമന്ത്രി ആവാസ് യോജന അറ്റംപ്റ്റ് ടു അഡ്രസ്. 3 എൻവയോൺമെന്റൽ ഇഷ്യൂ, 3 പോയിന്റ് ആണ്. 3 എൻവയോൺമെന്റൽ ഇഷ്യൂ, 3 പോയിന്റ് ആണ്. Oh God, what's happening? 3 എൻവയോൺമെന്റൽ ഇഷ്യൂസ് പോയിന്റ് ആണ്. 3.1 എന്ന് പറയുന്നത് എന്താ? പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് പ്രോബ്ലംസ്,
3.2 എന്ന് പറയുന്നത് എന്താ? ഡൽഹി എയർ പൊല്യൂഷൻ, ഗംഗ വാട്ടർ ക്വാളിറ്റി. 4 എന്ന് പറയുന്നത് സോഷ്യൽ ചാലഞ്ചസ്. 4.1 എന്താ? സ്ലം, പോപ്പുലേഷൻ, പുവർ ഹെൽത്ത്, എഡ്യൂക്കേഷൻ. So always connect examples to theory. Don't just write points. Always connect the examples to the theory. And നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലി വരുന്നത് ഒരു കൺക്ലൂഷൻ ആണ്. പ്രോപ്പർ ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ ഒരു 2 to 3 ലൈൻസിൽ എൻഡ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. 2 to 3 ലൈൻസ് അത് എൻഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ അർബനൈസേഷനെ കുറിച്ച് പറഞ്ഞതാണെങ്കിൽ ഒരു കൺക്ലൂഷൻ ഞാൻ പറയാം. Thus, while urbanization drives economic growth, sustainable planning, smart city initiatives, and community participation are key to mitigating its negative effect. നമുക്ക് പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് കൺക്ലൂഡ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ ഒന്നും നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ട് എഴുതാൻ പറ്റണമെന്നില്ല. യു വിൽ ടേക്ക് 2 to 3 months അല്ലെങ്കിൽ 3 to 4 months എടുക്കും പ്രോപ്പറായിട്ട് ആൻസർ ചെയ്താൽ. പക്ഷെ സ്റ്റാർട്ട് ചെയ്താൽ ഒരാൾ ഗ്രേറ്റ് ആയിരിക്കണം എന്നില്ല സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, പക്ഷെ സ്റ്റാർട്ട് ചെയ്താലേ ഗ്രേറ്റ് ആവുള്ളൂ. സോ ടൈം എടുക്കും, പക്ഷെ ടൈം എടുത്താൽ അതെപ്പോഴും വേർത്ത് തന്നെ ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. 150 to 250 വേർഡ്സ് ആയിരിക്കും എഴുതുന്നത്. അതിൽ ഹെഡിങ്സ് യൂസ് ചെയ്യുക, സബ് ഹെഡിങ് യൂസ് ചെയ്യുക. പോയിന്റിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുക. ലാംഗ്വേജ് വളരെ സിമ്പിൾ, ഫോർമൽ, പ്രിസൈസ് ആയിരിക്കണം. ഫ്ലവറി ലാംഗ്വേജ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഡയഗ്രം ഉണ്ടായിരിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ സൈഡിൽ ഡയഗ്രം ഉണ്ടായിരിക്കണം. വേണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. വേണമെങ്കിൽ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യാം. ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് താഴോട്ടേക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നല്ലതാണ്, ഓപ്ഷനിലാണ്, ബട്ട് ക്യാൻ ഫെച്ച് എക്സ്ട്രാ മാർക്ക് ഇഫ് റെലവന്റ്. Examples and data. Always add examples and data. For sure, always and always add example. Data ഇല്ലെങ്കിൽ കുഴപ്പമില്ല, always add examples. But don't overdo it. ഭയങ്കരമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. One strong example per point is enough. And balanced answers. Especially for discuss, critically analyze, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. Plus time management. 2 to 3 minutes അല്ലെങ്കിൽ ഒരു 3 to 5 minutes ആണ് നോർമലി ഇപ്പൊ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. വേണമെങ്കിൽ 15 minutes എടുത്തു, പിന്നെ 10 minutes and 5 minutes എത്തിച്ചാൽ മതി. സോ 2-3 minutes ആണ് നമ്മുടെ ഒരു പോയിന്റ് ഔട്ട്ലൈൻ എടുക്കേണ്ടത്. ഒരു 2 minutes ഇൻട്രൊഡക്ഷൻ, 2 minutes കൺക്ലൂഷൻ, അങ്ങനെ മൊത്തത്തിൽ ഒരു 7 minutes എന്തായാലും എൻഡ് ചെയ്യേണ്ടി വരും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്പർ 1 ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഇവിടെ പേപ്പർ, നമുക്ക് ഇവിടെ ഇത് പേപ്പർ എഴുതാൻ എക്സ്ട്രാ പേപ്പേഴ്സ് കിട്ടുമോ? നോ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 പേജസേ കിട്ടുള്ളൂ. 15 മാർക്കിന്റെ ആണെങ്കിൽ 3 പേജസ് GS കിട്ടുള്ളൂ. എക്സ്ട്രാ ഒരു പേപ്പറും കിട്ടില്ല. ഇതാണ് റൂൾ എന്ന് പറയുന്നത്. അവരൊരു സ്പെസിഫിക് പേപ്പേഴ്സിന്റെ നമ്പർ ഇപ്പൊ തന്നിട്ടുണ്ട്, അത്രേ കിട്ടുള്ളൂ. അതിനപ്പുറം എക്സ്ട്രാ പേപ്പേഴ്സ് കിട്ടില്ല. ബിക്കോസ് UPSC ചവറ് പോലെ കണ്ടന്റ് വേണ്ട, പേപ്പർ തന്ന ചവറ് പോലെ ആൾക്കാർ ചെയ്തു. 2-3 പേജസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി മാർക്ക്, പക്ഷെ അതിൽ പ്രിസൈസ് ആയിരിക്കണം. ഇപ്പൊ 10 മാർക്ക് ആണെങ്കിൽ 2 പേജ് 150+ വേർഡ്സ് ആണ് അവർ ചോദിക്കുക. 15 മാർക്ക് ആണെങ്കിൽ 3 പേജസ് 250+ വേർഡ്സ് ആണ് ചോദിക്കുക. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇത് നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് തരുമ്പോ ഇതൊരു ബണ്ടിൽ പോലാണോ അതായത് 30 പേജ്? എക്സാക്ട്ലി സെപ്പറേറ്റ് ആയിട്ടല്ല. ഇറ്റ്സ് ലൈക്ക് എ ബണ്ടിൽ. GS1, GS2, GS3, GS4. സോ ഓക്കെ കോളേജിലൊക്കെ അങ്ങനെ ആയിരുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കാം. ആൻസർ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിലും തരത്തില്ല അല്ലേ? അഥവാ എന്തെങ്കിലും എക്സ്ട്രാ തരില്ല. ഓക്കെ. സോ ഗൗതം, ഇന്ന് ഒരു എക്സാം ഉണ്ടാവും, ന്യൂസ് പേപ്പർ അനാലിസിസ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ അനാലിസിസ് ക്ലാസ് ഗോത്രൂ ചെയ്യുക. ക്ലാസ് ഗോത്രൂ ചെയ്തില്ലെങ്കിൽ ആ നോട്ട്സ് ഗോത്രൂ ചെയ്യുക. MCQ എക്സാം 4 ഉണ്ടാവും, ഇതിന്റെ റിട്ടൺ എക്സാം 4 ഉണ്ടാവും. ഇന്നലത്തെ ക്ലാസ് നോട്ട്സ് വായിച്ചായിരുന്നു കറണ്ട് അഫയേഴ്സിന്റെ? അത് കംപ്ലീറ്റും ചെയ്തായിരുന്നു ഞാൻ. ഓക്കെ ഫൈൻ. അതിന് MCQ എക്സാം തന്നിട്ടുണ്ട് 15 ക്വസ്റ്റ്യൻസ്, കണ്ടായിരുന്നോ? ഇന്ന് ഇപ്പൊ ഒരു കുറച്ചു മുമ്പേ അയച്ചതുകൊണ്ട് MCQയുടെ 21 സെപ്റ്റംബറിന്റെ ഇന്നലത്തെ ക്ലാസ്സിന്റെ എക്സാം ആണ് ഇന്ന് തന്നിട്ടുള്ള MCQ എക്സാം. ഗൂഗിൾ ഫോമിൽ 15 ക്വസ്റ്റ്യൻ 30 മാർക്സ്. അതിന്റെ റിട്ടൺ എക്സാം, UPSC പോയിന്റുള്ള റിട്ടൺ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ സെയിം ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അത് എഴുതിയിട്ട് എനിക്ക് നിർബന്ധമായിട്ട് വാട്സ്ആപ്പിൽ അയച്ചു. ക്ലിയർ? ഓക്കെ. നമ്മുടെ സാമ്പിൾ ആൻസർ ഷീറ്റ് എന്തെങ്കിലും ഉണ്ടോ കയ്യില്? നമ്മൾ ആൾക്കാർ ആരെങ്കിലും എഴുതിയതൊക്കെ? ഞാൻ അയച്ചുതരാം. ഓക്കെ. സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട് ഡൗൺ ചെയ്തിട്ട് എന്നോട് നാളെ ചോദിക്കാം. ഇപ്പൊ ചോദിച്ചോ, പ്രശ്നം. ഓക്കെ. ഇനി പിന്നെ ഈ എന്താ ഞാൻ പറയാൻ വന്നേ, അപ്പം ഞാനൊരു കാര്യം കൂടി ചോദിക്കാം. ഈ ഹിന്ദി ഇപ്പം ഹൈജന്റെ അടുത്ത് കുറെ പിള്ളേരൊക്കെ കാണുമല്ലോ, അവർ ഹിന്ദിയായിട്ട് ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നു, പക്ഷെ അവർക്ക് ഹിന്ദിയിൽ ചാലഞ്ചസ് ഒക്കെ ഉള്ളവരുണ്ടോ? അങ്ങനത്തെ ഉള്ളവരുണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്, മെറിറ്റ് ലിസ്റ്റിനായിട്ട് യൂസ് ചെയ്യില്ല. സോ അതിനെ കുറിച്ച് അനുസരിച്ച് വറീഡ് ആവേണ്ട. അതിന് മാക്സിമം
നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എല്ലാം സെറ്റ് ആയിക്കോളും. ഓക്കെ ഓക്കെ. ശരി ശരി ശരി. സോ ഡൗട്ട്സ് ഓക്കെ എന്നോട് നോട്ട് ചെയ്ത് നാളെ ചോദിക്കാം. ഓക്കെ. ഓക്കെ. ആൻസർ ഷീറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴയത് എന്തെങ്കിലും ആരെങ്കിലും എഴുതിയത്. ഉണ്ട്, ഞാൻ അയച്ചുതരാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. ബൈ ഗൗതം. ബൈ ബൈ.